ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമുക്ക് കുന്നത്തൂർ പാടീൻ്റെ ബാക്കി വിശേഷങ്ങൾ കണ്ടാലോ. ഞങ്ങളവിടെ എത്തിയപ്പോഴേക്കും മുത്തപ്പൻ്റെ ചടങ്ങുകൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കുറച്ച് സമയം തോറ്റവും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഉണ്ടായി. അതൊന്ന് കണ്ടാലോ. ഞാനൊക്കെ ചെറുതിലേ കേൾക്കുന്നതാണ് ഈ കുന്നത്തൂർ പാടി എന്ന് പറയുന്നൊരു മുത്തപ്പൻ്റെ ദേവസ്ഥാനം. അതുകൊണ്ട് തന്നെ പണ്ടേ ഒരു ദൈവീകമായൊരു സ്ഥലമാണിവിടെ. മുത്തപ്പൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ജാതിമത ഭേദമന്യേ ആർക്ക് വേണേലും വന്നിട്ട് പ്രാർത്ഥിക്കാനും ദുഃഖങ്ങളും സന്തോഷങ്ങളൊക്കെ പങ്കിടാൻ കഴിയും. ഇവിടെ പണ്ട് ഒരു കാവ് മാത്രമായിരുന്നു ഉണ്ടായത്. പിന്നെ ഭക്തരിങ്ങനെ അറിഞ്ഞറിഞ്ഞ് വരാൻ തുടങ്ങിയപ്പോൾ അവിടെ ഒരു ദേവസ്ഥാനമാക്കി മാറ്റി എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെയാണ് ഇപ്പോൾ ഇവിടെയുള്ള മുത്തപ്പൻ്റെയൊക്കെ നേർച്ചയൊക്കെ കഴിപ്പിക്കാനും വഴിപാടുകൾ കഴിപ്പിക്കാനൊക്കെ തുടങ്ങിയത് എന്നാണ് പറയുന്നത്. പിന്നെ വഴിപാടുകളായിട്ടും ഉണ്ട് കുറേ. നെയ്യമൃത്, കണ്ണൊപ്പിക്കൽ, പിന്നെ രൂപങ്ങൾ, അന്നദാനം, അങ്ങനെ ഒരുപാട് വഴിപാടുകളുമുണ്ട്. ഇവിടുത്തെ ചരിത്രം കൂടുതലായിട്ടൊന്നും അറിയില്ല, അങ്ങനെ പറഞ്ഞു തരാനും അറിയില്ല. മുത്തപ്പൻ്റെ പൂർണ്ണ രൂപം എന്നൊക്കെ ഇവിടെ നിന്നാണ് ഉണ്ടായതെന്നൊക്കെ പറയുന്നുണ്ട്. പല ഘട്ടങ്ങളിലായിട്ടുള്ള മാറ്റങ്ങൾ കെട്ടിയാടുന്നുണ്ടെന്ന് പറയപ്പെടുന്നുണ്ട്, അറിയില്ല, ഞാൻ കണ്ടിട്ടില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അവിടെ ഇങ്ങനെ തിങ്ങി ഞെരുങ്ങിയ ആൾക്കാർ വന്നു തുടങ്ങി. വിശ്വാനി ഇങ്ങനെ കളിക്കുന്നുണ്ട് അവിടുന്ന്. പിന്നെ ഞങ്ങൾ അവിടെ തിരക്ക് കൂടിയപ്പോൾ മുത്തപ്പന് പൈസ കൊടുക്കാൻ പറ്റിയില്ല. പിന്നെ ഞങ്ങൾ കോമരത്തിനൊക്കെ പൈസ കൊടുത്ത് മേലോട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് പോയി. അവിടെ കുറച്ച് സമയം ഇരുന്ന് സംസാരിച്ച് ഒക്കെയാണ് നമ്മൾ താഴെ പോയത്. അവിടെ ഇരുന്നപ്പോൾ നമ്മളെ കൈ മുമ്പിൽ ഇഞ്ചി മുട്ടായി വന്നു, കടലൊക്കെ വന്നു. അങ്ങനെ അതൊക്കെ വാങ്ങി കഴിച്ചു. ഇപ്പം വൈകുന്നേരം ആയപ്പോഴാണ് കുറേ ആൾക്കാർ വരാൻ തുടങ്ങി. ഒരുപാട് ക്യൂ ഉണ്ട് മുത്തപ്പന് പൈസ കൊടുക്കാൻ വേണ്ടിയിട്ട്. കുറേ ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ നമ്മൾ താഴത്തേക്ക് വന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഇറങ്ങേണ്ടി വന്നു. കാരണം ഓരോ സാധനം കാണുമ്പോൾ വാങ്ങാതിരിക്കാൻ തോന്നില്ല. അതുകൊണ്ട് അമ്മ പറഞ്ഞു, വേഗം വിട്ടോ, അല്ലെങ്കിൽ പിന്നെ കീശ കാലിയാകുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയി കാണുമ്പോഴേക്കും ടാറ്റാ.